സ്കൂളിൽ പോയ വീഴരുത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഞങ്ങള് ഇപ്പൊ എങ്ങോട്ടാ പോണെന്ന് വെച്ച് കഴിഞ്ഞാ, ഇപ്പൊ ഞാനും കുട്ടും വീട്ടിലായിരുന്നു. അപ്പൊ വിജി വീട്ടിൽ വന്നിട്ടുണ്ട്, ഇടക്കളത്തൂര് വന്നിട്ടുണ്ട്. അപ്പൊ ശിവു അവിടെയാണ് നിക്കണത് കേട്ടോ. അപ്പൊ ഒരു ദിവസം വന്നിട്ടുള്ളൂ. അപ്പൊ ഞങ്ങൾ ഇന്ന് കൊടുങ്ങല്ലൂര് പോവാന്ന് വിചാരിച്ചിട്ടുണ്ട് സന്ധ്യയാകുമ്പോ. അപ്പൊ അതിന് വേണ്ടിട്ട് ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങാണ്. ഇറങ്ങണം. അത്യാവശ്യം ദൂരമുണ്ട്. നമ്മള് പോവാണ് കേട്ടോ. ഹായ് ഗായ്സ്, അങ്ങനെ ഞങ്ങള് എവിടെ എത്തിന്നറിയാം, അമ്പലത്തിലെത്തി. പോവാ, അങ്ങോട്ട് നടന്നോ. നീ ചെരുപ്പിടണ്ടോ കേട്ടോ. അമ്പലത്തിൽ ഇറങ്ങിട്ടാ. ഞങ്ങൾക്കാണെങ്കിൽ ഒടുക്കത്തെ വിശപ്പ്. എങ്ങോട്ടെങ്കിലും പുറത്തിറങ്ങി പിന്നെ വിശപ്പ് പറയണ്ടല്ലോ, നല്ല വിശപ്പാണ്. അപ്പൊ വിജിക്കാണ് കൂടുതൽ വിശപ്പ്. അവൾക്ക് ചായ കഴിക്കണം, എന്തെങ്കിലും കടി കഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചതേ വീട്ടിലെത്തി. വിജി പോവാണ് കേട്ടോ. ഞങ്ങളും പോവാണ്, കാരണം ശിവന് നാളെ ക്ലാസ് ഉണ്ട്. അച്ഛനും അമ്മയ്ക്കും നല്ല വിഷമം, ഞങ്ങൾ പോവാണല്ലോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എണീറ്റു. ശിവു ദേ അവളുടെ ബ്രഷൊക്കെ വെക്കുന്ന ബോക്സ് എടുത്ത് വന്നിട്ടുണ്ട്. ബ്രഷും പേസ്റ്റും ആയി തന്നെയാണ് കേട്ടോ വെക്കുക. അപ്പൊ സേഫ് ആയിട്ടിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ വെക്കുക. അപ്പോ ആള് ഓൾറെഡി തുറന്നാണ്, പിന്നെ അടച്ചു. അമ്മ വീഡിയോ എടുക്കുമ്പോൾ ഞാനൊന്ന് തുറക്കുന്ന പോലെ ഒന്ന് കാണിക്കണട്ടാന്ന് പറഞ്ഞു. അപ്പൊ അതേ ഒന്നും കൂടി തുറക്കാൻ വേണ്ടിട്ട് നോക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ തുറന്നു കുട്ടി ദേ ഇനി പല്ലേക്കാൻ പോകണം കേട്ടോ. ആൾക്ക് ഒറ്റയ്ക്ക് പല്ലേക്കാൻ വേണ്ടിയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും അവള് കുറച്ചൊന്ന് പല്ലേച്ച് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആദ്യമേ അവൾക്കൊന്ന് തേച്ച് ഇങ്ങനെ നോക്കണം. പിന്നെ ഞാൻ വീണ്ടും ഞാൻ എന്നെ എടുത്ത് പല്ല് തേപ്പിക്കൂട്ടാ, അല്ലെങ്കിൽ ക്ലീൻ ആവില്ല. ഇതൊന്നും വലിയ മടിയില്ല. ക്ലാസ് വിട്ട് വന്നു കഴിഞ്ഞാലും എന്നോട് പറയാം, അമ്മ എനിക്ക് പല്ല് തേക്കണം എന്ന് പറയും. അപ്പോൾ എന്തോ ഒരു ഉഷാറൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഉഷാറുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാണ്. ഈ പറഞ്ഞ മാതിരി ഈ നല്ല കുഴപ്പമില്ലാണ്ട് പോകുമ്പോഴും പെട്ടെന്ന് നല്ല ചുമയോ ജലദോഷോ വയ്യൊക്കെ വരിക. ദേ രാവിലെ കുളി കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി യൂണിഫോമൊക്കെ ഇട്ട് മുടിയൊക്കെ കെട്ടി കുട്ടിയുടെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിത് ഇറങ്ങിയിട്ടാ. മോളെ കൊണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പോഴാണ് ഞങ്ങൾ വിചാരിച്ചത് എന്തായാലും സ്കൂളിലേക്ക് ഞങ്ങളും കൂടി പോവാം. വണ്ടിക്കാരനെ വിളിച്ച് പറഞ്ഞു രാവിലെ ഉണ്ടാവില്ല, ശിവ വൈകുന്നേരം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത്രയും ദിവസമായില്ലോ, ശിവ എങ്ങനെയുണ്ട് മെസ്സേജ് അയക്കും, ശിവന്റെ മിസ്സിന് മെസ്സേജ് അയക്കും, കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ എപ്പോഴും അറിയും. പക്ഷെ ശിവ ഇപ്പൊ എങ്ങനെയുണ്ടെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടും ക്ലാസ്സിലത്തെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഒന്ന് ചെന്നു. ശിവ നല്ല ഒതുങ്ങി നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശിവന് ക്ലാസ്സിലാക്കി മിസ്സിനോട് സംസാരിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. ഹലോ ഗൈസ്, അപ്പൊ ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മളിപ്പോ ഒരു സ്ഥലം വരെ പോവാണ്. നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് എന്നുള്ളത് കൺഫ്യൂഷനാണ്. അപ്പോ അപ്പൊ ഇതെന്താണെന്ന് നോക്കാം നമുക്ക്. എന്റെ വീടിന്റെ അടുത്ത പോസ്റ്റ് ഓഫീസിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പൊ അത് മേടിക്കാൻ വേണ്ടിട്ട് പോവാണ്. പറഞ്ഞതിൽ കേട്ടില്ല, അപ്പോഴും ഞാൻ പോസ് ചെയ്തു. അപ്പൊ ഇവിടെ വല്ലയിടത്തും കൊടുത്താൽ പോരെ എന്നാണ് ചോദിച്ചത്. പക്ഷെ ഞാൻ എപ്പോഴും എന്റെ വീട്ടിലെ അഡ്രസ്സാണ് ഞാൻ കൊടുക്കാറുള്ളത്. അറിയില്ല ഇവിടുത്തെ അത്. അവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മളിവിടെ വന്ന് താമസിക്കുന്ന കാരണം കൊണ്ടും അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പോസ്റ്റ് ഓഫീസിൽ നമ്മൾ കൊടുത്തപ്പോ തരാൻ പറ്റില്ല, വീട്ടിൽ കൊണ്ടുവന്ന് തരാൻ പറ്റില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പോസ്റ്റലായിട്ട് കുറെ സാധനങ്ങളൊക്കെ വരുന്ന കാരണം കൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാ എന്റെ കല്യാണം കഴിഞ്ഞ് കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴാണ് വിജിക്ക് എന്തിനോ ആവശ്യത്തിന് വേണ്ടിട്ട് എന്തോ ഇത് പോസ്റ്റലായിട്ട് വരുന്ന പറഞ്ഞ പിന്നെ പോസ്റ്റ് ഓഫീസിൽ പോയി അന്വേഷിച്ചു. അപ്പൊ അവര് പറഞ്ഞു ഇങ്ങനെ കൊണ്ടുവന്ന് തരാനൊന്നും പറ്റില്ല. പക്ഷെ അപ്പുറത്തെ വീട്ടിൽ കൊണ്ടു കൊടുക്കും, പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരാൻ പറ്റില്ല. അത് ഞങ്ങളുടെ ആ റോയിലുള്ളതൊക്കെ ഞങ്ങൾ വന്നതിന് ശേഷം വന്നിട്ടുള്ള ആൾക്കാരാണ് ആ റോയിലുള്ള വീടുകൾ മൊത്തം. പിന്നെ അങ്ങനെ പറഞ്ഞു. ഞങ്ങൾ ചോദിച്ചു എന്താ അപ്പുറത്ത് കൊണ്ടുവന്ന് കൊടുക്കണ കണ്ടിട്ടല്ലോ, ഞങ്ങളുടെ വീട്ടിൽ മാത്രം കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചു. പറഞ്ഞു അങ്ങനെ തരാൻ പറ്റില്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. ഞങ്ങള് വിജി അവസാനം ഹെഡ് ഓഫീസിൽ പോയി. പിന്നെ വിജി അവസാനം ഹെഡ് ഓഫീസിൽ പോയി സംസാരിച്ചപ്പോ പറഞ്ഞു അങ്ങനെ പറഞ്ഞ് സോൾവ് ആക്കി. അപ്പൊ ഞങ്ങള് സാധനം തരും, പക്ഷെ ഞങ്ങൾ അവിടെ പോയി മേടിക്കണം എന്നുള്ളതിൽ ഒരു തീരുമാനമാക്കി. അപ്പൊ അങ്ങനെ ചിലയിടത്ത് ചില ഓരോ പ്രശ്നങ്ങള്. എന്തായാലും സാധനം എത്തിക്കഴിഞ്ഞാൽ വിളിക്കുന്നുണ്ട്, അത് ഭാഗ്യം. അങ്ങനെ എല്ലാ പോസ്റ്റ് ഓഫീസിലും എല്ലായിടത്തും ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ തരുമോന്ന് എനിക്കറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്
പ്രാവശ്യം അയ്യന്തോളത്തെ ഇവരുടെ അവിടുത്തെ പോസ്റ്റ് ഓഫീസിലേക്ക് കൊടുത്തിട്ട് അയ്യന്തോള് പോലീസ് ക്വാർട്ടേഴ്സിന്റെ അവിടുത്തെ പോസ്റ്റ് ഓഫീസിലത്തെ കൊടുത്തിട്ട് അവിടെ വന്നപ്പോ പറഞ്ഞ തൃശ്ശിവ ക്ലോത്ത് സ്റ്റോർ എന്നാണല്ലോ കൊടുത്തിട്ടുള്ളത്. അപ്പൊ സ്റ്റോറിന്ന് കൊടുത്തിട്ടുള്ള കാരണം കൊണ്ട് കട കാണണം അവർക്ക്. കട കണ്ടാലേ സാധനം തരണമെന്ന് പറഞ്ഞിട്ട് അവര് സംഭവം തരാൻ പറ്റില്ല, സീല് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഓർമ്മയുണ്ടോ? സത്യമായിട്ടാണോ? തിരിച്ചു പോന്നിട്ടുണ്ട് കേട്ടാ. എന്താ ചെയ്യാ, അതെ സാധാരണ. ഈശ്വര ഭഗവാനെ ലോറി കൊണ്ടായി ഞാനപ്പോ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വിട്ടു. ഇനി നമുക്ക് മെയിൻ DTDC ആണ് കുറച്ചും കൂടി ബെറ്റർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 3-4 ഡേയ്സിൽ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും. അങ്ങനെ ഞങ്ങള് പാഴ്സലൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പാഴ്സൽ മേടിക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ എന്താ പറയാ, വിചാരിച്ച സാധനം ആയിരുന്നില്ലേ വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് പ്രൊമോഷൻ ഉള്ളത് തന്നെയാണ്, പക്ഷെ ഞാൻ വിചാരിച്ച സാധനമല്ല വന്നത്. അപ്പം അത് വരുമ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ഇടും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കാണിച്ചാലേ. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാനുണ്ട്. അപ്പോൾ കുറച്ച് പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ എടുക്കാനുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യാനുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് ശിവുവിനെ എടുക്കാൻ പോവാൻ. അപ്പൊ വഴിയിലേക്ക് പോയാൽ മതി, വണ്ടിയിലാണ് വരിക. അപ്പൊ ശിവുവിനത് കുട്ടീനെയാണ് പഠിപ്പിക്കുക. വൈകുന്നേരം വന്നാൽ കുളിപ്പിക്കല്, ഡ്രസ്സ് മാറ്റിക്കലൊക്കെ ഞാൻ തന്നെയാവും ചെയ്യാം, അല്ലെങ്കിൽ അവൻ ചെയ്യും. അപ്പൊ ഇന്ന് മഴയൊന്നും വലിയ കാര്യമായിട്ട് പെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ് കുട്ടിയെ പഠിപ്പിക്കാൻ ഇരുത്തി കൊടുക്കുകയാണ്. ഇന്ന് 2 ലൈനും 4 ലൈനും എഴുതാനുണ്ട്. പിന്നെ നാളേക്ക് ഡിക്റ്റേഷൻ ഉണ്ട്. അപ്പൊ അതൊക്കെ 1 2 3 4 5 ഉണ്ട്. അപ്പൊ അതൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ശിവു. അപ്പൊ ഇന്നത്തെ ന്യൂ നമ്പർ 5 ആണ് കേട്ടോ പഠിച്ചിട്ടുള്ളത്. നമ്പേഴ്സ് പറയാനറിയാം, പക്ഷെ എഴുതി ഇങ്ങനെ പഠിച്ചു വരുന്നുള്ളൂ കേട്ടോ. അപ്പൊ അതൊക്കെ എഴുതി പഠിക്കുകയാണ്, എഴുതി പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്തൊക്കെയാ അന്ന് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അന്ന് തന്നെ ഇരുന്ന് എഴുതി പഠിപ്പിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വ്ളോഗ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ബൈ.